ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ 400 കടക്കുമെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി ജൂൺ 4-ന് ഫലം വരുമ്പോൾ എൻ.ഡി.എ 400 സീറ്റിൽ അധികം നേടും. ആന്ധ്രയിൽ എൻ.ഡി.എ റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ഗൗതം അനന്തനാരായൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൗതം, എന്തായാലും ജൂൺ 4-ന് 400-ലധികം എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ രാജ്യത്ത് ട്രെൻഡിൽ ആയിട്ട് നിൽക്കുന്നതും. ഇന്നലെ പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിലെ റാലിക്കിടയിലാണ് ഇത് ആവർത്തിച്ചത്. ജൂൺ 4-ന് 400 എന്ന പുതിയ മുദ്രാവാക്യം കൂടി അദ്ദേഹം ഉയർത്തി കാണിക്കേണ്ട. ഇനി ആന്ധ്രയിൽ വികസിത രാജ്യത്തിനായി, വികസിത ആന്ധ്രാപ്രദേശിനായി ജൂൺ 4-ന് 400-ലധികം സീറ്റ് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഈ ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മൾ എപ്രകാരമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ നോക്കിക്കാണേണ്ടത്? അനു, കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ എൻ.ഡി.എ റാലിയിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ജൂൺ 4-ന് 400 കടക്കും എന്ന പ്രഖ്യാപനം നടത്തിയത്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണങ്ങളിൽ ഒന്ന് ഈ തവണ 400-ലധികം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 353 സീറ്റാണ് എൻ.ഡി.എക്ക് ലഭിച്ചത്. അതിനാൽ ഈ തവണ അത് 400 കടന്നുകൊണ്ട് ഒരു ചരിത്ര വിജയം ദേശീയ തലത്തിൽ ബി.ജെ.പിക്കും എൻ.ഡി.എക്കും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അടിയുറച്ച് പറയുന്നുണ്ട്. ഇന്നലെ ആന്ധ്രാപ്രദേശിൽ ടി.ഡി.പി എൻ.ഡി.എയിലേക്ക് തിരിച്ചു വന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലിയാണ്. നമുക്കറിയാം, 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തെലുങ്കുദേശം പാർട്ടി എൻ.ഡി.എയിലേക്ക് മടങ്ങിയെത്തുന്നത്. അതിനാൽ പടുകൂറ്റൻ റാലി ആന്ധ്രാപ്രദേശിൽ നടന്നു. ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭയ്ക്കൊപ്പമാണ് നടക്കുന്നത്. 25 ലോക്സഭാ മണ്ഡലങ്ങളും 175 അംഗ നിയമസഭയുമാണ് ആന്ധ്രയിലേത്. ഈ തവണ സഖ്യമായി ബി.ജെ.പി ടി.ഡി.പി സഖ്യമാണ് അവിടെ വൈ.എസ്.ആർ കോൺഗ്രസിനെ നേരിടുന്നത്. ഈ റാലിയിൽ സംസാരിക്കുമ്പോൾ വൈ.എസ്.ആർ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവും പ്രധാനമന്ത്രി നടത്തി. കോൺഗ്രസ് പാർട്ടിയും വൈ.എസ്.ആർ കോൺഗ്രസും ഒന്നാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വൈ.എസ്.ആർ കോൺഗ്രസിന്റെയും സ്വഭാവം ഒന്നാണ്. രണ്ടും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളും കുടുംബാധിപത്യ സ്വഭാവമുള്ള പാർട്ടികളാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. അനു.